ചിരി 3 തരത്തിലുണ്ട് എന്നാണ്. നമ്മളെ SV മുഹമ്മദ് അലി സാറുടെ സംഘാടകന്റെ ചിരി എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ 3 കുറേ പറയുന്നുണ്ട്. അതിൽ ചെറുതൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. പുസ്തകം എഴുതുമ്പോൾ ആവശ്യമുണ്ട്. ആവശ്യമുള്ളത് 3 ഒന്ന് ലഹക്ക് എന്ന ചിരിയാണ്, 2 തബസ്സും എന്ന ചിരിയാണ്, 3 ത്വലാഖത്തുൽ വജ്ഹ് എന്ന ചിരിയാണ്. ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പ്രസന്നത എന്ന് പരിഭാഷപ്പെടുത്താം. തബസ്സും എന്നതിന് മലയാളത്തിൽ പുഞ്ചിരി എന്ന് പരിഭാഷപ്പെടുത്താം. ലഹക്ക് എന്നതിന് മലയാളത്തിൽ ചിരി എന്നും പരിഭാഷപ്പെടുത്താം. SV മുഹമ്മദ് അലി സാറ് വേറെയും ചിരി പറയുന്നുണ്ട്. സൈക്കിൾ വന്ന് വീണ ചിരി, മാങ്ങാച്ചിരി, പുളിങ്ങാച്ചിരി, സംഘാടകന്റെ ചിരി എന്നൊക്കെ പറഞ്ഞിട്ട്. സംഘാടകന്റെ ചിരി പറഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞ് സൂപ്പറായാൽ, ഇപ്പം ഈ പരിപാടി കഴിഞ്ഞാൽ ഓപ്പിക്കൊക്കെ ഉണ്ടാവും ഒരു ചിരി, അതാണ് സംഘാടകന്റെ ചിരി. സംഗതി ഭക്ഷണം തികയോ എന്നുള്ളൊരു വേജാറുണ്ടെങ്കിലും ചിരിക്കൊരു കുറവുണ്ടാവില്ല, അതാണ് സംഘാടകന്റെ ചിരി എന്നുള്ളത്. കാരണം സീറ്റ് മുഴുവൻ ഫുള്ളായിട്ടുണ്ട്, രജിസ്ട്രേഷൻ എപ്പോഴും തീർന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ചിരിക്കൂലേ ആരായാലും. അതാണ് സംഘാടകന്റെ. പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റാഹത്തായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്ഷീണമൊക്കെ ഉണ്ട്, 2 ദിവസം ഉറങ്ങിയിട്ടില്ല വെച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ചിരി ഇങ്ങനെ വരും, അതിനാണ് സംഘാടകന്റെ ചിരി എന്ന് പറയാം. സൈക്കിൾ വന്ന് വീണ ചിരി എന്ന് പറഞ്ഞാൽ എരപ്പായിട്ട് ആരും കണ്ടില്ലെങ്കിൽ ഉള്ളിലൊരു ചിരി ഉണ്ടാവും, അതാണ് സൈക്കിൾ വന്ന് വീണ ചിരി പറഞ്ഞത്. പ്രധാന ചിരികൾ 3 ഒന്ന് ത്വലാഖത്തുൽ വജ്ഹ്. ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി ചിരിക്കലല്ല, മുഖത്ത് എപ്പോഴും ഒരു ചിരിയുടെ ഭാവമുണ്ടാകുന്നതാണ് ത്വലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്നത്. 2 തബസ്സുമാണ്. തബസ്സു എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കലാണ്. 3 ലഹക്കിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് പുഞ്ചിരി. ലഹക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിച്ചിരിക്കലാണ്. ചിരിക്കുമ്പോൾ ശബ്ദം പുറത്തേക്ക് വരികയോ ചിരിക്കുമ്പോൾ അണപ്പല്ല് പുറത്ത് കാണുകയോ ചെയ്യുന്നതിനാണ് പൊട്ടിച്ചിരി എന്ന് പറയുന്നത്. ഇത് രണ്ടുമില്ലാത്ത ചിരിക്കാണ് പുഞ്ചിരി എന്ന് പറഞ്ഞത്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിരി അങ്ങനെയായിരുന്നു. ഇന്നമാ കാന യതബസ്സമു, തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുഞ്ചിരിക്കുന്ന ആളായിരുന്നു എന്നാണ്.